നമസ്കാരം. കുറച്ച് രാഷ്ട്രീയമാണ് പാലക്കാട് വിഷയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില കാര്യങ്ങളാണ്. അതായത് രമേശ് പിഷാരടിനെ പാലക്കാട് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയതിന് ശേഷം ഒരുപാട് വിമർശനങ്ങൾ നേരിട്ടൊരു വ്യക്തിയായിരുന്നു രമേശ് പിഷാരടി എന്ന് പറയുന്നത്. കാരണം അതിന് മുമ്പ് ധർമ്മജനെ നിർത്തിയിരുന്നു. അപ്പം പല പല കോണിൽ അത് വിമർശനങ്ങൾ എന്ന് പറയുന്ന സമയത്ത് വെച്ച് കഴിഞ്ഞാൽ ദിലീപുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കേസ് പോലും അതിനകത്ത് വലിച്ചഴിക്കപ്പെട്ടു എന്ന് പറയുന്നത് ശരിയാണ്. ഇപ്പം രമേശ് പിഷാരടിക്ക് വേണ്ടി നാദൃശ്യ പോലും വരികയും ചെയ്തിരുന്നു. പ്രസംഗം കാര്യങ്ങളൊക്കെ കണ്ടിരുന്നു. ആ ഒരു രമേശ് പിഷാരടി ജയിച്ചിട്ടുണ്ടെങ്കിൽ ദിലീപിൻ്റെ കേസ് അത് ഇരയ്ക്കെതിരായിട്ട് തിരികും, ആ കേസ് ഇല്ലാതാക്കുകയും ചെയ്യും എന്ന് വരെ രമേശ് പിഷാരടി ജയിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ സംഭവിക്കുമെന്ന് പോലും പറഞ്ഞുള്ള ഒരു സോഷ്യൽ മീഡിയയിലൊരു നെഗറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ രമേശ് പിഷാരടിക്ക് അവിടെ വലിയൊരു സ്വാധീനം ചെലുത്താൻ സാധിച്ചില്ല എന്നായിരുന്നു കഴിഞ്ഞ ആഴ്ച വരെ ഉള്ള ഒരു കാര്യം. ഇപ്പം അത് മാറി. അത് ബി ജെ പിയുടെ ഒരു ശക്തികേന്ദ്രമാണ്. അപ്പോൾ നാളെ ഇപ്പോൾ ബി ജെ പി ഒരു സീറ്റ് ബി ജെ പിക്ക് കിട്ടണം എന്ന് വിചാരിക്കുന്ന സ്ഥലത്ത് അതല്ലെങ്കിൽ കിട്ടും എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന ഒരു മണ്ഡലമായിരുന്നു. അപ്പോൾ അവിടെയായിരുന്നു നമ്മൾ ശോഭാ സുരേന്ദ്രനെ ബി ജെ പി നിർത്തിയിരുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട പോലെ രമേശ് പിഷാരടി ആ ഒരു സ്ഥലത്ത് പോവുകയും അവിടെ രമേശ് പിഷാരടിനെ തടയുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അത് ആ ഒരു സംഭവം നമ്മൾ എല്ലാവരും കണ്ടാണ്, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. പക്ഷേ ഞാൻ പറഞ്ഞു വെച്ചാൽ അവിടെ രമേശ് പിഷാരടി എടുത്ത ഒരു സമീപനം, മാന്യമായ രീതിയിലുള്ള ഒരു സമീപനം, വേണമെങ്കിൽ അവിടെ ആക്രോശിച്ച് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് രമേശ് പിഷാരടിക്ക് അപ്പുറം പോകാമായിരുന്നു. രമേശ് പിഷാരടി പോയില്ല. പകരം രമേശ് പിഷാരടി സമീപനം പാലിച്ചാണ് മാറി നിൽക്കുകയും അതിനുശേഷമുള്ള പത്രസമ്മേളനം പരിപാടിയൊക്കെ കഴിയുകയും ചെയ്തു. പക്ഷേ അതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിച്ചിരുന്നു, അത് മോശമായി പോയി എന്ന് പറഞ്ഞിരുന്നു. അവിടുത്തെ എതിർ സ്ഥാനാർത്ഥി LDFിൻ്റെ സ്ഥാനാർത്ഥി അത് മോശമായി പോയി എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ കോൺഗ്രസിൻ്റെ ആൾക്കാരെ കുറിച്ച് സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോയെന്ന് അറിയത്തില്ല കേട്ടോ. പിന്നെ രണ്ടാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പക്ഷേ ഇന്നത്തെ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് അത് വെച്ച് സ്ത്രീകളെ അപമാനിച്ചു എന്ന് പറഞ്ഞ് ഒരു പ്രസ്താവന ഇറക്കുകയുണ്ടായി. അപ്പം ഇതൊക്കെ വെച്ച് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ബി ജെ പി കിട്ടേണ്ട വോട്ട് അവിടെ കുറഞ്ഞു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം. പാലക്കാട് രമേശ് പിഷാരടി ഏകദേശം വിജയം ഉറപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. പക്ഷെ ഇപ്പം കളി CPM-ഉം കോൺഗ്രസും തമ്മിൽ തന്നെ ആയി എന്ന് പറയുന്നതാണ് ശരി. ഇതിലെന്തെങ്കിലുമൊക്കെ അതിൽ അഭിപ്രായം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. നമുക്കിനി കുറച്ച് ദിവസം രാഷ്ട്രീയമായി മുന്നോട്ട് പോകാം.